SFIയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും രണ്ട് തട്ടിൽ. SFI ഇടിമുറികളിലൂടെയല്ല ജീവൻ കൊടുത്തു വളർന്ന പ്രസ്ഥാനമെന്ന മുഖ്യമന്ത്രി. എന്നാൽ SFIയുടെ ചില പ്രവർത്തികൾ ജനങ്ങളിൽ വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന് CPM ദക്ഷിണ മേഖല റിപ്പോർട്ടിംഗിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. SFIക്ക് ഇടതുപക്ഷത്തിന്റെ അർത്ഥം അറിയില്ല എന്ന CPIയുടെ വിമർശനം. SFI ആരും നിയന്ത്രിക്കാനില്ലാത്ത അവസ്ഥയിലായെന്ന് പ്രതിപക്ഷം. ക്യാമ്പസുകളിലെ SFIയുടെ അക്രമങ്ങൾ തുടരുമ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്. SFIയുടെ സമരചരിത്രവും രക്തസാക്ഷിത്വങ്ങളും അക്കമിട്ട് നിരത്തി നിയമസഭയിൽ മുഖ്യമന്ത്രി അക്രമങ്ങളെ വെള്ളപൂശി. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളെ ആവശ്യമായിരിക്കാം. SFIയുടെ ഇപ്പോഴത്തെ പോക്കിൽ മുഖ്യമന്ത്രി കുറ്റങ്ങൾ കാണുന്നില്ലെങ്കിലും CPM സംസ്ഥാന സെക്രട്ടറിക്ക് യോജിപ്പില്ല. കൊല്ലത്ത് ചേർന്ന CPMന്റെ മേഖലാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ SFIയുടെ ഇപ്പോഴത്തെ മുന്നോട്ട് പോക്കിൽ MV ഗോവിന്ദൻ അതൃപ്തി പ്രകടിപ്പിച്ചു. SFIയുടെ ചില പ്രവൃത്തികൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് MV ഗോവിന്ദൻ. PM ആർഷയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, MSM കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിമർശനം. CPIയും SFIയുടെ പോക്കിലുള്ള അതൃപ്തി പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങി. പ്രാകൃത സംസ്കാരമുള്ള സംഘടനയെന്ന് ബിനോയ് വിശ്വം തുറന്നടിക്കുന്ന നിലയിലെത്തി കാര്യങ്ങൾ. SFI ആ ശൈലി തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല. CPIയും ASFും SFIക്കെതിരെ തിരിഞ്ഞതോടെ വിമർശനം ശരിയെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് അവസരമായി. മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും. പ്രതിപക്ഷ വിമർശനത്തെ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും രാഷ്ട്രീയമായി ന്യായീകരിക്കാം. പക്ഷേ MV ഗോവിന്ദനും ബിനോയ് വിശ്വവും പ്രതിപക്ഷ അഭിപ്രായം ശരിവയ്ക്കുമ്പോൾ SFIയുടെ കുഴപ്പം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.